ട്രയംഫിൻ്റെ ബോണവിൽ 350 ഇപ്പോൾ വീണ്ടും ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർ കാത്തിരിക്കുന്നൊരു ബൈക്കും കൂടിയാണ്. ഫൈനൽ ടെസ്റ്റിംഗ് സ്റ്റേജിലാണ് വണ്ടി ഇപ്പോൾ കാണാൻ പറ്റിയിട്ടുള്ളത്. അതായത് വണ്ടി ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. വണ്ടിയുടെ ലോഞ്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വണ്ടിയിൽ വരാൻ പോകുന്നത്, അതിൻ്റെ ഒരു സ്പെക്സ് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം നോക്കാം. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ക്ലാസിക് റെട്രോ ബൈക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. ക്ലാസിക് 350, പിന്നെ ഹൈനസ് 350, ഹോണ്ടയുടെ CB RS ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ റെട്രോ ബൈക്കുകളായിട്ട് ഹണ്ട 350, റോണിൻ 225, XSR ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ഇടയിലേക്കാണ് ട്രയംഫ് അവരുടെ ക്ലാസിക് മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഹണ്ടർ 350 അല്ലെങ്കിൽ XSR ഒന്നുമല്ല, മെയിനായിട്ട് ക്ലാസിക് 350 ഒക്കെ ആയിരിക്കും. റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈനസ് CB RS ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരു പ്യുവർ ക്ലാസിക് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെ ആയിരിക്കും. ട്രയംഫിൻ്റെ ഇതൊരു ബോബി ബോണവില്ലയാണ്. ഇതിൻ്റെ ഒരു ബിഗ്ഗർ മോഡൽ അവർ പുറത്തുള്ള മാർക്കറ്റിലൊക്കെ വിൽക്കുന്നുണ്ട്. ട്രയംഫിൻ്റെ ബോണവില്ല T100 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിൻ്റെ ഒരു DNA തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ആയിരിക്കും ബോണവില്ല 350. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും. LED ഹെഡ്ലൈറ്റാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററും ബാക്കിലത്തെ ടെയിൽ സെക്ഷനൊക്കെ LED ആയിരിക്കും. ഫ്രണ്ടിൽ ഒരു UST ഫോർക്ക് ആയിരിക്കും വരാൻ പോകുന്നത്. ബാക്കിൽ ഡബിൾ ടിൻ ഷോക്കാണ്, നമ്മുടെ ഒരു സ്പ്രിംഗ് ടൈപ്പിലുള്ള ഷോക്ക് സെറ്റപ്പാണ്. പിന്നെ മീറ്റർ കൺസോളും റൗണ്ടഡ് ആയിട്ടുള്ള മീറ്റർ കൺസോൾ തന്നെയാണ്. ഒരു റെട്രോ ബൈക്കിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കാണാൻ പറ്റും. ടാങ്കിൻ്റെ ഡിസൈനും ബോണവില്ല ഇൻസ്പിറേഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ടാങ്കും കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസിക് റൈഡിംഗ് പോസ്ചറാണ് വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സിംഗിൾ പീസ് സീറ്റാണ് വണ്ടിക്ക് വരുന്നത്. മേ ബി ഇതിന് സ്പ്ലിറ്റ് സീറ്റ് ഉണ്ടായിരിക്കാം. ഇതൊരു ഒറ്റ വേരിയൻറ്റിൽ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ 1-2 വേരിയൻറ്റിൽ വണ്ടി അവൈലബിൾ ആയിരിക്കും. ഏകദേശം അത് കൺഫേം തന്നെ ആയിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻറ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. വേരിയൻറ്റ് മാറുന്നതിനനുസരിച്ച് വണ്ടിയിൽ ചെറിയ ഡിഫറൻസും വന്നേക്കാം. ഇനി വണ്ടിയുടെ എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ എക്സോസ്റ്റാണ് വണ്ടിക്ക്. പലരും ഡബിൾ എക്സോസ്റ്റ് ഉണ്ടോ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾ എക്സോസ്റ്റാണ്. നല്ലൊരു ബാസുള്ളൊരു സൗണ്ട് എക്സ്പെക്റ്റ് ചെയ്യാം വണ്ടിയിൽ. എൻ്റെ ബാക്കിലത്തെ ടെയിൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ബോണവില്ല സ്റ്റൈലിൽ തന്നെയാണ്. ഫുള്ളി LED ടെയിൽ സെക്ഷൻ തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്ററും LED തന്നെയായിരിക്കും. പിന്നെ വണ്ടിയിൽ ബാക്കിൽ പിടിച്ചിരിക്കാൻ പറ്റിയിട്ട് ഗ്രാബ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലി യൂസിന് വണ്ടി ഓക്കെയാണ്, കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ടയർസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 19 ഇഞ്ചിനും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ ഒരു ടയർസ് ആയിരിക്കും. ട്യൂബ്ലെസ് ടയർസ് ആയിരിക്കും. സ്പോക്ക് വീലും അലോയ് വീലും വണ്ടിയിൽ ഉണ്ടായിരിക്കും. അതിൽ സ്പോക്ക് വീലിന് ട്യൂബ്ലെസ് ആയിരിക്കില്ല. നമ്മൾ നോർമലി കാണുന്ന അലോയ് വീൽസിലായിരിക്കും ട്യൂബ്ലെസ് അവർ കൊടുക്കാൻ പോകുന്നത്. വണ്ടിയുടെ എക്സോസ്റ്റ് 2 തരത്തിലാണ്. ഒന്ന് ബ്ലാക്ക് ഫിനിഷിലും മറ്റേത് ക്രോം ഫിനിഷിലാണ്. അത് വേരിയൻറ്റ് മാറുന്നതനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ഇനി വണ്ടിയുടെ എഞ്ചിൻ്റെ സ്പെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ്റെ സൈഡൊക്കെ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഇത് ട്രയംഫിൻ്റെ ഇപ്പോൾ ഉള്ള 350cc എഞ്ചിൻ തന്നെയാണ്. ട്രയംഫിൻ്റെ സ്പീഡ് 400 എഞ്ചിൻ റെഡ്യൂസ് ചെയ്ത് ആ ഒരു എഞ്ചിൻ തന്നെയാണ് അവരിപ്പം കൊടുത്തേക്കുന്നത്. 350cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ്. ഒരു 30 to 35 തന്നെ പവർ എക്സ്പെക്റ്റ് ചെയ്യാം. 35 തന്നെ വണ്ടിയുടെ ടോർക്ക് ഉണ്ടാവും. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. വിത്ത് ഡുവൽ ചാനൽ ABS ആയിരിക്കും. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് ട്രാക്ഷൻ കൺട്രോളും പിന്നെ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും പിന്നെ റൈഡ് ബൈ വയർ ആയിട്ടുള്ള ത്രോട്ടിലും ആയിരിക്കും. വണ്ടിയുടെ ഒരു എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസ് ഒരു 2 lakh അല്ലെങ്കിൽ ഒരു 2.2 lakhന് അടുത്തായിരിക്കും. ഇനി വണ്ടിയുടെ ലോഞ്ച് ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിലാണ് വണ്ടിയുടെ ലോഞ്ച് ഇപ്പം കാണിച്ചേക്കുന്നത്. ബൈക്ക് വാല എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റാണ് ഈ ഒരു ന്യൂസ് ഇപ്പം പുറത്ത് വിട്ടേക്കുന്നത്. ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് തന്നെ വണ്ടി ലോഞ്ച് ചെയ്തേക്കാം. ഇതിൻ്റെ സോഴ്സ് വണ്ടിക്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.